ഹലോ, ലോങ് ബാക്ക് അല്ലേ? പുതിയ വീട്ടിലോട്ട് വന്നതിന് ശേഷം പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് ഫിഷിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഓൾറെഡി വീടിൻ്റെ ഉള്ളിൽ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ ഒരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പുതിയൊരു മീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഉണ്ടായിരുന്ന 2 ഫിഷ് കുറച്ച് അട്രാക്റ്റിംഗ് പവർ ഉള്ളതായതുകൊണ്ട് അതിനകത്തോട്ട് പുതിയൊരു മീനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റെപ്റ്റൈൽ കാറ്റ് ഫിഷ്. ഗൗതം അതിനെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു പേടിയിലാണ് നെറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനകത്തോട്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര ഒരു അറ്റാക്കിംഗ് പവർ ബാക്കി രണ്ടുപേരും കാണിച്ചില്ല. അപ്പോൾ ഇതിനെ പതിയെ അറ്റാക്ക് ചെയ്യത്തില്ല എന്നൊരു വിശ്വാസത്തിൽ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തപ്പോൾ ആൾ പതിയെ നേരെ പോയി താഴെ കിടന്നു. ആക്ച്വലി ഈ റെപ്റ്റൈൽ കാറ്റ് ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പോയി കിടന്ന് ആ താഴേന്ന് ഫുഡ് കഴിക്കുന്ന ഒരു പ്രകൃതമാണെന്നാണ് ഗൗതം പറയുന്നത്. അപ്പോൾ ഓൾറെഡി കിടക്കുന്ന 2 മീനുണ്ടല്ലോ, അതായത് ഈ പോകുന്ന വൈറ്റ് മീൻ അരോവന എന്ന് പറയാം. അരോവന ഭയങ്കര അറ്റാക്കിങ്ങാണ്. പിന്നെ നീലവാഹ ആ താഴെ കൂടെ പോകുന്നത് അത് ബ്ലൂ കളറാണ്. ലൈറ്റ് അടിക്കുമ്പോൾ നല്ല ബ്ലൂ, അതായത് ഒരു സ്കൈയുടെ ബ്ലൂ ഉണ്ടല്ലോ രാത്രി കാലങ്ങളിലുള്ള, നല്ല രസം കാണാൻ. ബ്ലാക്കിനകത്ത് ബ്ലൂ ഷെയ്ഡും അങ്ങനെയൊക്കെ വന്നിട്ടുള്ള മീനാണ്. അപ്പോൾ അതേപോലെ റെപ്റ്റൈൽ കാറ്റ് ഫിഷിനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പശുവിൻ്റെ പോലെയൊക്കെ തോന്നും. പക്ഷെ ആളെ കാണാൻ നല്ല ഭംഗിയാണ്. ഇവർ 3 പേരുമായിരിക്കും ഇതിൻ്റെ ഫ്രണ്ട്സ് ഈ ടാങ്കിൽ. അരോവനയാണ് കൂട്ടത്തിൽ ഒരു ഫസ്റ്റ് വന്ന ആൾ. നമ്മൾ ചെറുവിരലിൻ്റെ സൈസിലുള്ളപ്പോൾ വാങ്ങിച്ചതാണ് അരോവനേനെ. ഈ 3 മീനും ഈ ടാങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതാണ്. നല്ല രസമാട്ടോ. നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ ഇവർ 3 പേരും ഇങ്ങനെ മിങ്കിൾ ചെയ്ത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പും സൈസും ഉള്ള നല്ല കാണാനും ഭംഗിയുള്ള 3 മീനുകളാണ് ഇട്ടേക്കുന്നത് ഇപ്പോൾ ടാങ്കിൽ. യൂഷ്വലി ആദ്യം പണ്ട് ഈ അരോവന ഒറ്റയ്ക്ക് ഈ ടാങ്കിൽ കിടന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ വന്നിങ്ങനെ കടിക്കാൻ വരുന്നത് പോലെ, അല്ലെങ്കിൽ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചാടി ഇടിക്കുന്ന പോലെ ഒക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് 3 പേർക്കും ലൈവായിട്ടുള്ള ഫുഡാണ് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷെ ഇപ്പം ഗൗതം ഡ്രൈ ആയിട്ടുള്ള പുഴുവിനെയും പിന്നെ പെലറ്റ്സുമാണ് ഇതിന് കൊടുക്കാറ്. ലൈവ് ഫുഡ് നമുക്ക് കുറച്ച് സമയം കൂടെ എടുക്കും. കാരണം കുഞ്ഞു കുഞ്ഞു മീനെ വാങ്ങിച്ചിട്ട് അതിനെ ഇങ്ങനെ പ്രസവിപ്പിച്ചിട്ട് എടുക്കാനൊക്കെ കുറച്ച് അധികം സമയം എടുക്കും. അതുവരെ പെലറ്റ്സ് കൊടുത്തിട്ട് ഇവരെ 3 പേരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ട്രാക്കിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ പിന്നെ ആ 3 പേരുടെ വിശേഷം കഴിഞ്ഞു. അത് കൂടാണ്ട് കുറച്ച് ചെറിയ ചെറിയ അതിഥികളും കൂടെ തൊട്ട് അടുത്തൊരു പോണ്ടുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ.